Junior Instructor Food Beverage Industrial Training Exam Category Number 368/2017 GK Parts. ഇത് 27/12/2019 നടന്ന എക്സാമാണ്. ഇതിൻ്റെ GK പാർട്സ് ആണ് നമ്മൾ ഇന്നിവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ്, കല്ലുമാല അജിറ്റേഷൻ വാസ് ഓർഗനൈസ്ഡ് ബൈ. കല്ലുമാല സമരം ഓർഗനൈസ് ചെയ്തത് ആരുടെ നേതൃത്വത്തിലാണ്? അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ് കല്ലുമാല അജിറ്റേഷൻ ഓർഗനൈസ് ചെയ്തത്. അയ്യങ്കാളിയുടെ ആഹ്വാനത്തെ തുടർന്ന് ദളിത് സ്ത്രീകൾ കല്ലുമാല ധരിക്കുന്നത് ഉപേക്ഷിച്ച് പ്രതിഷേധിച്ച സമരമാണ് കല്ലുമാല സമരം. ഇത് 1915 കൊല്ലം ജില്ലയിലെ പെരിനാട് കേന്ദ്രമാക്കിയാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പെരിനാട് അജിറ്റേഷൻ എന്നും മറ്റൊരു പേരും കൂടി ഉണ്ട്. Who abolished the Devadasi system in the temples of South Kerala? തെക്കൻ കേരളത്തിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി സേതുലക്ഷ്മി ബായി ആണ് എന്ത് നിർത്തലാക്കിയത്? ദേവദാസി സിസ്റ്റം നിർത്തലാക്കിയത്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ തിരുവിതാംകൂർ ഭരിച്ച ഒരേ ഒരു വനിതയാണ് റാണി സേതുലക്ഷ്മി ബായി. ഇവരുടെ പ്രത്യേകതകൾ: മരുമക്കത്തായം തിരുവിതാംകൂറിൽ നിരോധിച്ചിട്ട് മക്കത്തായം കൊണ്ടുവന്നു. കൂടാതെ മൃഗബലി നിരോധിച്ചത് തിരുവിതാംകൂറിൽ ഈ ഭരണാധികാരിയാണ്. ബഹുഭാര്യാത്വം നിർത്തലാക്കിയതും നിയമവിരുദ്ധമാക്കിയത് റാണി സേതുലക്ഷ്മി ബായിയാണ്. നെക്സ്റ്റ്, സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ട്രാവൻകൂർ ബൈ. സ്ലേവറി എന്നാൽ അടിമത്തം എന്നാണ് അർത്ഥം. ഈ അടിമത്തം നിർത്തലാക്കിയത് റാണി ഗൗരി ലക്ഷ്മി ബായിയാണ്. റാണി ഗൗരി ലക്ഷ്മി ബായിയാണ് സ്ലേവറി അബോളിഷ് ചെയ്തത്. 1812 തിരുവിതാംകൂറിൽ അടിമത്തം നിർത്തലാക്കിയത്. ഈ സമയത്തെ ദിവാൻ കേണൽ മൺട്രോയായിരുന്നു. കേണൽ മൺട്രോ. Name of Travancore ruler who abolished ശുചീന്ദ്രം കൈമുക്ക്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ഒരു അനാചാരമാണ് ശുചീന്ദ്രം കൈമുക്ക്. അതായത് കള്ളത്തരം ചെയ്യുന്ന ആൾക്കാർക്ക് കള്ളം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് തിളച്ച എണ്ണയിൽ കൈമുക്കുന്ന പരിപാടിയായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. ഇത് ഒരുപാട് അനാചാരങ്ങൾ പ്പെട്ട ഒരെണ്ണമായിരുന്നു ശുചീന്ദ്രം കൈമുക്ക്. ഇത് നിർത്തലാക്കിയ ഭരണാധികാരി, ഇതിന്റെ ആൻസർ സോതി തിരുനാളാണ്. സോതി തിരുനാൾ 1835 ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത്. ഹു വാസ് നോൺ ആസ് ദ ഫാദർ ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഇൻ മോഡേൺ ട്രാവൻകൂർ. മോഡേൺ ആധുനിക തിരുവിതാംകൂറിലെ പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഫാദർ ആരാണ്? പിതാവ് GP പിള്ളയാണ്. G പരമേശ്വരൻ പിള്ളയാണ് ആൻസർ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ഒരു മഹത് വ്യക്തിയാണ് GP പിള്ളൈ. അതായത് മലയാളം മെമ്മോറിയലിന്റെ പ്രധാന ആശയം തിരുവിതാംകൂറുകാർക്ക് എന്നുള്ളതായിരുന്നു. ഈ ആശയത്തിന്റെ ഉപജ്ഞാതാവ് GP പിള്ളയാണ്. നെക്സ്റ്റ്, The leader of Civil Rights League which formed in 1919. 1919 ഫോം ചെയ്ത സിവിക് റൈറ്റ്സ് ലീഗിന്റെ ലീഡർ ആരാണ്? ആൻസർ EJ ജോൺ ആണ്. EJ ജോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ ഈസ് ഓൾസോ നോൺ ആസ്. ബ്രസ്റ്റ് ക്ലോത്ത് അജിറ്റേഷൻ എന്താണ്? മാറുമറയ്ക്കൽ സമരത്തിന് മറ്റൊരു പേര് ചാന്നാർ അജിറ്റേഷൻ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാന്നാർ അജിറ്റേഷൻ. ഇത് 1859 നടന്നത്. The Temple-Entry Proclamation was issued at Travancore by ശ്രീ ചിത്തിര തിരുനാൾ in. ശ്രീ ചിത്തിര തിരുനാൾ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടപ്പാക്കിയ വർഷം 1936 ആണ്. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഇതേസമയം ഇനി രണ്ട് കാര്യം കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. അടുത്തത് കൊച്ചിയിൽ നടന്നത് 1947 ഡിസംബർ 20. ആ സമയത്തെ ഭരണാധികാരി, കൊച്ചിൻ ഭരണാധികാരി രാമവർമ്മ പരീക്ഷത്ത് തമ്പുരാനായിരുന്നു. എന്നാണ് ഡേറ്റ്? 1947 ഡിസംബർ 20. ഇനി മലബാർ, ആ സമയത്ത് മലബാർ മദ്രാസ് പ്രവിശ്യയിൽപ്പെട്ടതായിരുന്നു. അന്ന് മലബാറിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയ ഡേറ്റ് 1947 ജൂൺ 12. അതായത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആദ്യമായിട്ട് ഇഷ്യൂ ചെയ്തത് ട്രാവൻകൂറിലാണ് 1936 നവംബർ 12. നെക്സ്റ്റ്, ദ പബ്ലിക്കേഷൻ ഓഫ് മലബാർ മാനുവൽ ബൈ വില്യം ലോഗൻ ഇൻ. വില്യം ലോഗന്റെ പ്രശസ്തമായ കൃതിയാണ് മലബാർ മാനുവൽ. ഇത് എന്നാണ് പബ്ലിക്കേഷൻ ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത് എന്നാണ്? 1887 അതിന്റെ ഉത്തരം. 1887. ദ പബ്ലിക്കേഷൻ ഓഫ് മലബാർ മാനുവൽ ബൈ വില്യം ലോഗൻ. ഈ സ്ഥലത്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട രണ്ട് ടെക്സ്റ്റും കൂടെ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്.
ഒന്ന് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ, സി അച്യുതമേനോൻ എഴുതിയതാണ് കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ. അടുത്തത് ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, അത് ടി.കെ. വേലുപ്പിള്ളയുടേതാണ്. അപ്പോൾ മലബാർ മാനുവൽ വില്യം ലോഗൻ, കൊച്ചിൻ സ്റ്റേറ്റ് മാനുവൽ സി അച്യുതമേനോൻ, ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ ടി.കെ. വേലുപ്പിള്ള. ദ ഓഥർ ഓഫ് ദ അങ്കല സാമ്രാജ്യ, അങ്കല സാമ്രാജ്യയുടെ ആരാണ് എഴുതിയത്? AR രാജരാജവർമ്മയാണ്. AR രാജരാജവർമ്മയാണ് കേരള പാണിനിയം, അതായത് കേരള ഭാഷാശാസ്ത്രത്തെ കുറിച്ച് എഴുതിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കേരള പണിനി എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ്, ദ ഓഥർ ഓഫ് ദ നോവൽ തോട്ടിയുടെ മകൻ, തോട്ടിയുടെ മകൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? തകഴി ശിവശങ്കര പിള്ളയാണ്. തകഴി ശിവശങ്കര പിള്ളയുടെ പ്രശസ്തമായ കൃതിയാണ് തോട്ടിയുടെ മകൻ. കുട്ടനാടിന്റെ സാഹിത്യകാരൻ, കേരള മോപ്പസാങ് എന്നൊക്കെ അറിയപ്പെടുന്നത് തകഴി ശിവശങ്കര പിള്ളയാണ്. സമത്വ സമാജം വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ, സമത്വ സമാജം എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചത്. അതായത് 1836 സമത്വ സമാജം സ്ഥാപിച്ചത്. ഹു വാസ് ദ പെർമനന്റ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ബൈ ഇന്ത്യ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു സ്ഥിരം പ്രസിഡന്റ്. ഇനി ഇതിന്റെ താൽക്കാലിക പ്രസിഡന്റ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ, ദെൻ ഇതിന്റെ ഉപദേശകൻ BN റാവു എന്നിവരായിരുന്നു. ഇനി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഓഫ് ഇന്ത്യ നിയമിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, അതായത് സംസാര സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏത് ആർട്ടിക്കിളിലാണ് പറയുന്നതെന്നാണ് ചോദ്യം. ആർട്ടിക്കിൾ 19 ആൻസർ, ആർട്ടിക്കിൾ 19. ഇനി ഇതിൻ്റെ അകത്ത് ആർട്ടിക്കിൾ 16 പറയുന്നത് നമ്മുടെ തൊഴിലവസര സമത്വത്തെ, തൊഴിൽ സമത്വത്തെ പറ്റിയിട്ടാണ്. അതായത് എംപ്ലോയ്മെന്റിന്റെ കേസിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 21 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തിയുടെ ജീവിതത്തിനും സ്വത്തിനും വേണ്ടിയിട്ടുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള ഇതാണ് ആർട്ടിക്കിൾ 21 പറയുന്നത്. നെക്സ്റ്റ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ദ വേൾഡ് ഫുഡ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഗ്ലോബലി ഓൺ, ലോകത്തിൽ മൊത്തത്തിലായിട്ട് വേൾഡ് ഫുഡ് ഡേ, ഭക്ഷ്യദിനം ആഘോഷിക്കുന്നത് 16 ഒക്ടോബറിലാണ്, 16 ഒക്ടോബറിലാണ് വേൾഡ് ഫുഡ് ഡേ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ, ഏത് വർഷമാണ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ? 1992 എന്ത് നിലവിൽ വന്നത്? നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ നിലവിൽ വന്നത്. ഇത് 1992 ജനുവരി 31 നിലവിൽ വന്നു. 1990 ഓഗസ്റ്റ് 30 വനിതാ കമ്മീഷൻ നിയമം നിലവിൽ വന്നത്. അടുത്തത്, മേക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീയിങ്, അതായത് എന്താണ്? നമ്പൂതിരിയെ ഒരു മനുഷ്യനാക്കുക എന്ന സ്ലോഗൻ ആരുടേതാണ്? യോഗക്ഷേമ സഭയുടെ പ്രശസ്തമായ ശ്ലോകം അല്ലെങ്കിൽ സ്ലോഗനാണ് മേക്ക് നമ്പൂതിരി എ ഹ്യൂമൻ ബീയിങ്. യോഗക്ഷേമ സഭ സ്ഥാപിച്ചത് 1908. ഇതിന്റെ മുഖപത്രമാണ് മംഗളോദയം. പ്രസന്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പ്രസന്റ് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ്. 46ാമത് ചീഫ് ജസ്റ്റിസ് ആണ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത അസാമിൽ നിന്നുള്ള ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് രഞ്ജൻ ഗൊഗോയ്. നെക്സ്റ്റ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ബിലോങ്സ് ടു ദ കൺട്രി, ഏത് കൺട്രിയിലേതാണ് UN സെക്രട്ടറി ജനറൽ ആയ അന്റോണിയോ ഗുട്ടറസ്? പോർച്ചുഗൽക്കാരനാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. ഓക്കെ, ഇപ്പൊ ഇത്രയാണ് ഈ എക്സാമിന് നടത്തിയ ക്വസ്റ്റ്യനിൽ നിന്നുള്ള GK ക്വസ്റ്റ്യൻസ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ പുത്തൻ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.